ഹലോ അമ്മേ, ചേച്ചി ഞാൻ പറയുന്നത് കേക്കാവോ? മോളെ, നീ ഇതൊന്നും കേട്ട് മനസ്സ് വിഷമിപ്പിക്കണ്ട. ചേച്ചിയെ കല്യാണം കഴിക്കാൻ പോകുന്ന ആളുടെ വിശേഷങ്ങൾ ചോദിക്കുന്ന കേട്ട് ഇവളിവിടെ ഉരുകി നിൽക്കുകയായിരുന്നു. അത് കണ്ടപ്പോ എന്റെ പിടി വിട്ടുപോയി. അതാ ഞാൻ ഇത്രയും പറഞ്ഞത്. എസ് പി അങ്കിളിനോട് പറഞ്ഞ അങ്കിൾ അച്ഛനോട് സംസാരിക്കും. ഈ ആലോചന നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ഇന്ന് തന്നെ ഞാൻ അങ്കിളിനോട് സംസാരിക്കട്ടെ. അയ്യോ മോളെ, തൽക്കാലം സത്യനോടൊന്നും പറയണ്ട. അഥവാ സംസാരിക്കേണ്ട സാഹചര്യം ഉണ്ടായ സത്യനുമായി ഞാൻ തന്നെ സംസാരിച്ചോളാം. അതിന് നിങ്ങളെക്കാൾ കൂടുതൽ സ്വാതന്ത്ര്യമുള്ളത് എനിക്കാ. ശരി മോളെ, അമ്മ പിന്നെ വിളിക്കാം. ശരി. ചേച്ചിയോടൊന്നും പേടിക്കണ്ടെന്ന് പറയണം. ചേച്ചിയെ രക്ഷിക്കാൻ നമുക്ക് ഒരുമിച്ച് നിൽക്കാം. ശരി മോളെ. എസ് പി അങ്കിൾ എന്റെ അച്ഛനാണോന്ന് ഇവിടുത്തെ അച്ഛന് സംശയമുള്ളതുകൊണ്ട് അങ്കിളിനോട് അമ്മയൊന്നും സംസാരിക്കണ്ട. അദ്ദേഹം ഇടപെട്ട അച്ഛന് വാശി കൂടും. ഇവിടുത്തെ കാര്യങ്ങള് കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആവും. നീ ഒന്നും മിണ്ടാതെ ഇവിടുന്ന് പോയാ നിന്റെ ഭാവി സത്യൻ സുരക്ഷിതമാക്കും. എസ് പി അങ്കിളുടെ സഹായം ഇല്ലാതെ തന്നെ നമ്മൾ ഈ പ്രതിസന്ധി മറികടക്കും. അച്ഛനെ കൂടുതൽ ദേഷ്യം പിടിപ്പിച്ചുകൊണ്ട് അങ്കിളുമായിട്ട് നമ്മൾ ബന്ധം തുടരണ്ട. നിനക്ക് ജന്മം തന്ന നിന്റെ അച്ഛനും സത്യനും തമ്മിലുള്ള ബന്ധം എന്താന്ന് നിനക്കറിയില്ല മോളെ. സത്യനിലൂടെ നിന്നെ സേഫാക്കാൻ നിന്റെ അച്ഛന്റെ ആത്മാവ് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കോ നിനക്കോ അത് തടയാൻ പറ്റില്ല. വിധി അത് തന്നെയാവും. അതുകൊണ്ടാ ഇത്രയും കൊല്ലം കഴിഞ്ഞു ഞാൻ പോലും അറിയാതെ നീയും സത്യനും ഒരുമിച്ചത്. എല്ലാത്തിനും ഒറ്റ ഉത്തരേ ഉള്ളൂ. നീ വന്നു ചേരേണ്ടത് എന്നിലേക്ക് തന്നെയായിരുന്നു. മോളെ, ഒരു കാര്യം എനിക്ക് തീർച്ചയാ. രാമപുരത്തമ്മയ്ക്ക് നിന്റെ കാര്യത്തിൽ എന്തോ ഒരു പദ്ധതിയുണ്ട്. അത് നടക്കും. അതേ നടക്കും. ലൊക്കേഷൻ ഇപ്പൊ തന്നെ അയച്ചുതരാം. കാശുമായിട്ട് ഉടനെ ഇവിടെ എത്തണം. അങ്കിളെത്താൻ വൈകിയ ഇവനെ ഞങ്ങൾ കൊന്ന് കളയും. അങ്കിള് എടോ, ഏത് കിഡ്നാപ്പറാടാ ഇത്രയും ബഹുമാനത്തോടെ സംസാരിക്കുന്നത്? സോറി ബ്രോ. നിന്നെ ഒന്നുകൂടെ വിളിച്ച് തിരുത്തണോ? അയ്യോ വേണ്ടേ, നീയൊക്കെ കൊളമാക്കാതിരുന്നാ മതി. എടാ, നീ വേഗം ഡാഡിക്ക് ലൊക്കേഷൻ അയച്ചു കൊടുക്കും. ഓക്കെ ബ്രോ. എന്നിട്ടേ എന്റെ ദേഹം വേദനിക്കാതെ എന്നെ കെട്ടിയിട്. ആ, അങ്ങനെ ചെയ്യാം. അവന്റെ ഒരു കാര്യം. ഇതെന്താടാ ഇതൊക്കെ? ഇതൊക്കെയാണ് അതിന്റെ ഒരു ഇത്. ഇത് പൊട്ടിക്കുമ്പോ ശബ്ദം കേട്ട് ഗുണ്ടകൾ പുറത്തേക്ക് വരും. ആ സമയത്ത് നമ്മൾ വീടിന് പുറകിലൂടെ ഓടി അപ്പുറത്തോടെ വീടിനകത്ത് കയറി ആരെന്നെ രക്ഷിക്കണം. ഞാൻ റെഡി. പൂരം തുടങ്ങിക്കോ. ഇതൊന്ന് പിടിച്ചേ. ഈ സമയത്ത് പുക വലിക്കുന്നെങ്കിൽ തന്നെ നിനക്ക് കൊള്ളാവുന്ന എന്തെങ്കിലും എടുത്ത് വലിച്ചൂടെ? ഈ സിനിമയില് ലാലേട്ടനൊക്കെ ബീഡി കത്തിച്ച് അതിൽ നിന്നാണ് പടക്കത്തിന് ബോംബിനൊക്കെ തിരി കൊളുത്തുന്നത്. ബീഡിയുടെ ഒരു വൈബ് സിഗരറ്റിന് കിട്ടത്തില്ല. നീ ലൈറ്റർ കൊണ്ട് എന്റെ താടി കത്താതെ ഈ ബീഡി ഒന്ന് കത്തിച്ചേ. പടക്കം പൊട്ടുന്നതിന് മുമ്പേ നിന്റെ ചുമയായിട്ട് ഗുണ്ടകൾ പുറത്തു വരും. ഒന്ന് നിർത്ത്.
ഇനി നീ ലാലേട്ടനാവണ്ട. ഇനി ഡയറക്റ്റ് പടക്കത്തിന് തീ കൊളുത്തിയാ മതി. നിക്ക് നിക്ക് ഇത് നീ ഇതിനെ വെച്ചോ. ഓ കണ്ണും കണ്ടോട്. അയ്യോ